ദൈവമേ, ചോറ് വെക്കാൻ മറന്നുപോയി. തെറി പറയുന്നുണ്ടാവും. എന്നാലും വേണ്ടില്ല, ഞാൻ അത് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഏതോ ഒരു ഊഷ്മാവുമായി ചേർന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. അലാറം ഓഫ് ചെയ്ത ശേഷം കിടന്നുറങ്ങുന്ന ആ ഒരു 5 മിനിറ്റ് സമയമുണ്ടല്ലോ, അതാണ് എൻ്റെ ഉറക്കത്തിൻ്റെ ഏറ്റവും സുഖമുള്ള ഒരു മുഹൂർത്തം. പക്ഷേ ഇന്ന് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം എ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ പതിവിൽ നേരത്തെ എണീറ്റു. പല്ല് പോലും തേക്കാതെ നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ആക്കുന്നത്. ഇടിയപ്പത്തിന് കുഴയ്ക്കാനുള്ള വെള്ളം ചൂടാകാൻ വെച്ചു. മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ട് ഫ്രഷ് ആവാൻ പോയി. ഹസ്ബൻഡിന് 7:30 ആകുമ്പോൾ ഓഫീസിൽ പോകണം. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. പിന്നെ കൂട്ടത്തിൽ വീഡിയോയും എടുക്കണമല്ലോ. അപ്പോൾ ചടപടേന്നായിരിക്കും കാര്യങ്ങളെ. പല്ല് തേച്ച് വന്നപ്പോഴേക്ക് ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളച്ചു. മുട്ടയും റെഡി ആയിട്ടുണ്ട്. മുട്ട കുക്കറിൽ വെച്ച് 2 വിസിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭം, സമയവും ലാഭം. തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച ഇടിയപ്പത്തിൻ്റെ മാവ് തണുക്കാൻ വെച്ചിട്ട് തേങ്ങ ചുരണ്ടിയെടുത്തു. മാവ് പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തമായിരുന്നു പിന്നെ അവിടെ നടന്നത്. മൽപ്പിടുത്തത്തിനൊടുവിൽ ഞാൻ ജയിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ അവനെ ആവി കയറ്റാൻ വെച്ചിട്ട് ചായ ഇട്ടു. ചായ ഇങ്ങനെ വലിച്ചു നീട്ടി 2 ആറ്റാറ്റി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഏതോ ഒരു ഊഷ്മാവുമായി ചേർന്നിട്ട് ചായക്ക് നല്ല ടേസ്റ്റ് വരുമെന്ന് പണ്ട് ആരോ പറഞ്ഞത് ഓർമ്മയിലുള്ളത് കൊണ്ട് ഞാനും ഇപ്പോൾ ചായ ഇങ്ങനെ വലിച്ചു നീട്ടി ആറ്റിയിട്ടാണ് എടുക്കാറുള്ളത്. കുളിച്ച് റെഡിയായിട്ടിരുന്ന ഹസ്ബൻഡിൻ്റെ മുന്നിലേക്ക് 2 ഗ്ലാസ് ചായയുമായി ചീറിപ്പാഞ്ഞ് ഞാനെത്തി. ചായ മാത്രമല്ല കേട്ടോ, കൂടത്തിൽ 5-6 ബദാമും ഉണ്ട്. പ്രോട്ടീൻ്റെ കുറവുണ്ടെന്ന് ആരും പറയരുതല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് 5-6 പ്രാവശ്യം ഞാൻ ഇവനെ വിളിച്ചു. അവസാനം വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഡീസൻ്റായിട്ട് എണീറ്റ് വന്നു. അത് കണ്ടപ്പോൾ ഹസ്ബൻഡ് പറയുക, നീ എല്ലാ ദിവസവും വീഡിയോ എടുത്തോളെ. 2ാമത്തെ പ്രാവശ്യമാണ് അവനെ തൂക്കിയെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടിരുത്തുന്നത്. ഇപ്രാവശ്യം വീഡിയോ എടുത്തുകൊണ്ട് അവൻ വീണ്ടും ഡീസൻ്റായി. ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? മുട്ടക്കറി വെക്കണ്ടേ? പറ്റിയ സവോളയിലേക്ക് തേങ്ങയും മല്ലിപ്പൊടിയും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത മിശ്രിതം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിട്ടിരുന്നു. അത് ആരെങ്കിലും കണ്ടിരുന്നോ എന്തോ. ആ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹസ്ബൻഡ് കറക്റ്റ് സമയത്തിന് തന്നെ ഓഫീസിൽ പോയി. പിന്നെ മോന് ചായ കൊടുത്തു. അവനെ പല്ല് തേപ്പിച്ച് റെഡിയാക്കിയേ. വീഡിയോയിൽ ഇത് 2 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞുവെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും മണി 8:15. 9 മണിക്കാണ് മോൻ്റെ പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു മോൻ ഇന്ന് വേഗം കഴിക്കുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ ആണല്ലോ. ഞാനും മോൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. കാരണം അവന് കൊടുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് കഴിക്കാനുള്ള സമയമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ പള്ളിപ്പറമ്പ് പോലെയായി പിന്നെ എൻ്റെ അടുക്കള. എൻ്റെ മാത്രമല്ല, നിങ്ങളിൽ പലരുടെയും അടുക്കള ഈ സമയത്ത് മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒട്ടും സമയം കളയാതെ ചടപടയെന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ മോനെ റെഡിയാക്കുന്ന ടാസ്ക് ആയിരുന്നേ. അതിനുശേഷം ഞാനും റെഡിയായി. പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ഈശോയുടെ അടുത്ത് പോയി കുരിശ് വരച്ച് സ്തുതി കൊടുത്ത് എനിക്കും സ്തുതി തന്നിട്ട് പോകുന്ന ഒരു പതിവ് അവനുണ്ടേ. 9 മണി തൊട്ട് 12 മണി വരെയാണ് കൊച്ചിൻ്റെ സ്കൂൾ ടൈം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു വിടണം. രാവിലെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും സ്നാക്സാണ് കൊടുത്തു വിടാറുള്ളത്. അവൻ പറയുന്ന സാധനം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് കഴിച്ചിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പ്ലേ സ്കൂളിലേക്ക്. അതായത് ഒരു 100 മീറ്റർ. നടക്കുന്നത് ഞാനാണെന്നേ ഉള്ളൂ കേട്ടോ. അവന് സൈക്കിളിലാണ് പോകാറ്. അവനെ കൊണ്ടുവിട്ട് വന്നപ്പോഴേക്കും ഒരു വലിയ മഴ പെയ്ത് തോർന്ന ഒരു ഫീലിംഗ് ആയിരുന്നു മനസ്സിന്. തിരിച്ചു വന്ന ഉടനെ തുണി വിരിച്ചിടാൻ പോയേ. തലേ ദിവസം അലക്കിയിടാറാണ് പതിവ്. വാഷിംഗ് മെഷീനിലായതുകൊണ്ട് എല്ലാ ദിവസവും അലക്കാറില്ല കേട്ടോ. ഒരു ദിവസം വിട്ടുവിട്ടാണ് അലക്കാറുള്ളത്. രാവിലെയാണ് തുണി വിരിച്ചിടാൻ പോകുന്നത്. ടെറസിൽ നല്ല വെയിലായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടും. ടെറസിലായതുകൊണ്ട് നല്ല കാറ്റുമുണ്ട്. പോരാത്തതിന് കുരങ്ങന്മാരുടെ ശല്യമുണ്ട് കേട്ടോ. ഇതുപോലെ ക്ലിപ്പ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുരങ്ങന്മാരൊക്കെ എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണേണ്ടി വരും. ബാഹുബലിയെ പോലെ ബക്കറ്റിൽ വെള്ളവും ചുമന്നുകൊണ്ട് വന്ന് ഒഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ചെടുത്തോട്ടം അഴിക്കുന്നു. ഒന്നുമല്ല, 2 തുളസിയും പനിക്കൂർക്കയും മാത്രമേ ഉള്ളൂ. ഒന്നും നട്ടുവയ്ക്കാൻ സമ്മതിക്കുകയല്ലെന്നേ നമ്മുടെ ഈ പൂർവികർ. ഇത് തന്നെ എല്ലാ ദിവസവും പറിച്ചിടും. ഞാൻ വീണ്ടും കുഴിച്ചു വയ്ക്കും. അതിൻ്റെ അടിയിൽ വല്ലതും കഴിക്കാനുണ്ടോ നോക്കുന്നതായിരിക്കും. പനിക്കൂർക്കേൻ്റെ മൂട്ടിൽ കിഴങ്ങില്ലെന്നുള്ള കാര്യം കുരങ്ങൻ അറിയത്തില്ലല്ലോ. സ്റ്റെപ്പിലുണ്ടായിരുന്ന ഒരു മണി പ്ലാന്റിനും ചെടിക്കും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാൽക്കാരൻ വന്ന് ബെല്ലടിക്കുന്നത് കേട്ടത്. പിന്നെ വെള്ളം ഒഴി നിർത്തി വന്ന് പാല് മേടിച്ചു വെച്ചു. കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ തുടച്ച് അത് ആ സ്ഥാനത്ത് എടുത്തു വെച്ചു. ഉച്ചയ്ക്ക് ഇതൊക്കെ എടുക്കേണ്ടതാണെങ്കിലും രാവിലത്തെ പണി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പതിവ്. കുട്ടികളുള്ള വീടുകളിലെ സ്ഥിരം കാഴ്ചയാണിത്. എന്തൊക്കെ ടോയ്സ് ഉണ്ടോ അതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുമ്പോഴേ എനിക്കറിയാം 12 മണി വരെ ഇത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ നിരത്താനുള്ളതാണെന്ന്. എന്നാലും അടിച്ചു വാരുന്നതിന് മുന്നേ ഇതെല്ലാം പെറുക്കി വെച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. എവിടെയെങ്കിലും പോകാൻ നേരം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെരുപ്പും കാണത്തില്ല. ഇപ്പം നോക്കിക്കുക എന്തോരം ചെരുപ്പാണോ ഈ വീട്ടിൽ. അങ്ങനെ അടുക്കിപ്പെറുക്കൽ കഴിഞ്ഞ ശേഷം അടിച്ചു വാരാൻ തുടങ്ങി. ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യം ഇലക്ട്രിസിറ്റിക്കാർ അറിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം ഇടയ്ക്കെല്ലാം കറണ്ട് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഡെയിലി 2 പ്രാവശ്യം അടിക്കുകയും 1 പ്രാവശ്യം തുടയ്ക്കുകയും ചെയ്യുന്ന വീടാണെന്ന് കണ്ടാൽ പറയുകയില്ല. അത്രയും പൊടിയാണ് ഓരോ പ്രാവശ്യം അടിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നോ ആവോ.
അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഞാൻ ഫ്രീ ആണ്. ഈ സമയത്താണ് ഞാൻ ഷോർട്സ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്നെന്ത് കറി വെക്കും? ശരിയല്ലേ? മനസ്സിൽ വലിയ പ്ലാനിങ്ങോടുകൂടിയൊക്കെയാണ് ഫ്രിഡ്ജ് തുറക്കുന്നത്. അങ്ങനെ കുറേ സമയം നോക്കിയിരുന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടലാണ് മിക്കവാറും എൻ്റെ പതിവ്. തേങ്ങ അരച്ച് എന്തെങ്കിലും കറി വെക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഓർത്തത് കറണ്ടില്ലല്ലോ എന്ന്. പിന്നെ സാമ്പാറിലേക്ക് ഒതുക്കി, കൂടത്തിൽ പച്ചപ്പയർ തോരനും. അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് പുഴുങ്ങി വെച്ചിരുന്ന ഒരു കഷ്ണം കോണ് കിട്ടിയത്. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ടാവാം ബാക്കി പണി. തിന്നാൻ ഭയങ്കര ടേസ്റ്റൊക്കെയാണ്, പക്ഷേ ഇത് അടർത്തിയെടുക്കാൻ വലിയ പണിയാണ് കേട്ടോ. സാമ്പാറിനുള്ള പരിപ്പ് തപ്പി ഗ്രോസറി കടയിൽ കയറി നോക്കിയപ്പോഴാണ് പരിപ്പ് കുറച്ചേ ഉള്ളൂ എന്നറിയുന്നത്. എന്നാൽ പിന്നെ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചാൽ കറണ്ടുമില്ല. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ആദ്യമേ തന്നെ വെണ്ടയ്ക്കായ അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്ത് വഴറ്റാനിട്ട്, പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ തോരനുള്ള പച്ചപ്പയറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചു. കുക്കർ സാമ്പാറാണ് കേട്ടോ. അരിഞ്ഞു വെച്ച പച്ചക്കറികളിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേഗം വെച്ചു. വാളംപുളി തപ്പി വീണ്ടും കയറിയപ്പോഴാണ് ഒരു കഷ്ണം കടല മുട്ടായി കണ്ടത്. അവനെ അകത്താക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. തീറ്റ മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം മൂടി വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സമയം 11:55. കണ്ണാടിക്ക് മുൻപിൽ പോയി മുടിയൊക്കെ ഒന്ന് ജീകി മിനിക്കിയ ശേഷം മോനെ കൂട്ടാൻ ഇറങ്ങി. പാരൻസ് വരുന്നതനുസരിച്ചാണ് അവർ ഓരോ കുട്ടികളെ പുറത്ത് വിടാറുള്ളത്. അങ്ങനെ സ്കൂളിലെ കഥകളും വിശേഷങ്ങളും ചോദിച്ചും പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവന് ഭയങ്കര വിശപ്പാണ്. ഫ്രൂട്ട്സ് ഒന്നും ഡയറക്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജ്യൂസ് ആക്കിയിട്ടോ ഷെയ്ക്കൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇന്ന് ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ നോക്കിയപ്പോൾ കറണ്ടില്ല. പിന്നെ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കുടിച്ചു. അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത ശേഷം വീണ്ടും അടുക്കളയിൽ കയറി സാമ്പാറിൻ്റെ പൊടികളൊക്കെ മൂപ്പിച്ചെടുത്ത് വാളംപുളിയും പിഴിഞ്ഞു വെച്ച് മല്ലിയിലയും ചേർത്ത് കടുകും വറുത്തിട്ടപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. മടി കാരണം തോരൻ വയ്ക്കാൻ അരിഞ്ഞു വെച്ചിരുന്ന പയറിനെ മെഴുക്ക് പുരട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഉണക്ക നാങ്കിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വറക്കാനിട്ടേ. ഇത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആഹാ! ക്വാർട്ടേഴ്സിൻ്റെ അകത്തും പുറത്തൊക്കെ ഇതിൻ്റെ മണമാണ്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ളവരൊക്കെ ഹിന്ദിക്കാരാണ്, അവരൊക്കെ വെജിറ്റേറിയൻസാണ്. അവരൊക്കെ ഇപ്പോൾ എന്നെ തെറി പറയുന്നുണ്ടാവും. എന്നാലും വേണ്ടില്ല, ഞാനിത് വറക്കും. ചോറ് വയ്ക്കാൻ മറന്നുപോയി. സമയം 1 മണിയായി മക്കളെ. അപ്പോഴാണ് ഈ ബോധം വന്നത്. കുക്കറിൽ കുത്തരി ചോറ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ചോറിൻ്റെ കാര്യം മറന്നുപോയിന്നേ. പിന്നെ ജീര റൈസ് എന്നും പറഞ്ഞൊരു അരിയുണ്ട്. അതാവുമ്പോൾ 20 മിനിറ്റ് മതി വേകാൻ. അത് വേഗം അടുപ്പിലിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകും ക്ലീനിങ്ങുമാണ് ഭയങ്കര മടി. എല്ലാം ഒരു വിധത്തിൽ കഴുകി അടുക്കി പെറുക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ ചോറും വെന്ത് കേട്ടോ. പിന്നെ അതും വാർത്ത് വെച്ചു. വീഡിയോയ്ക്കും പണിക്കും ഇടയ്ക്ക് മോൻ 1-2 പ്രാവശ്യം ശല്യമായിട്ട് വന്നപ്പോൾ അവനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടായിരുന്നേ. പരിഭവം മാറ്റാൻ വേണ്ടി അവനെ ഇന്നെടുത്ത് കൊഞ്ചിക്കാൻ തീരുമാനിച്ചേ. ഇതെന്താ താഴെ നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ കിന്നരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ചോറിന് കൂട്ടായിട്ട് 2 കുക്കുമ്പർ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വന്ന് ചോദിക്കുന്നത് പപ്പടം കൂടെ കാച്ചാൻ പാടില്ലായിരുന്നോ എന്ന്. കെട്ടിയന്മാരുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ നമുക്ക് വലിയ പണിയില്ലല്ലോ. അങ്ങനെ പപ്പടവും വറുത്തു. എന്നാൽ പിന്നെ ഊണ് കഴിച്ചാലോ? സാമ്പാർ, മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, കുക്കുമ്പർ, പപ്പടം, അച്ചാർ. കുറച്ച് കളർഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 കണ്ണിമാങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ടതാണേ. ഉപ്പിലിട്ടിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഉപ്പൊന്നും പിടിച്ചില്ല കേട്ടോ. എന്നാലും ഞാൻ കൊതി കൊണ്ട് അത് കഴിച്ച് തീർത്ത് കേട്ടോ. ചോറ് കഴിക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. മോനെ ചോറ് കഴിപ്പിക്കാനാണ് വലിയ പാടെ. കഥകളുണ്ടാക്കി പറഞ്ഞ് ഞാനും മടുത്തു. അത് കേട്ട് മോനും മടുത്തു. ഊണും കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. അങ്ങനെ കളിയും ചിരിയുമായി കുറച്ച് സമയം ഇരുന്ന ശേഷം ഉച്ച കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ പോയി. ഞാനും മോനും ഉറങ്ങാനുള്ള പ്ലാനിലാണ്. ഉച്ചയ്ക്ക് ഒരു 1 മണിക്കൂർ ഉറക്കം പതിവാണ്. പിന്നെ 5 to 6 എൻ്റെ വാക്കിംഗ് ടൈമാണ്. ഹസ്ബൻഡ് വന്നതുകൊണ്ട് മോനെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കി ഞാൻ നടക്കാൻ ഇറങ്ങും. റോഡിൻ്റെ ഇരുവശവുമുള്ള മനോഹരമായ ചെടിത്തോട്ടങ്ങളും പീലി വിടർത്തി ആടുന്ന മയിലുകളും തക്കം കിട്ടിയാൽ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭ്രാന്ത് പിടിച്ച കുറച്ച് കുരങ്ങന്മാരും കൂടെ കുറച്ച് പട്ടികളും എൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ ശരിയാക്കുമെന്ന ഭാവത്തോടെ നിൽക്കുന്ന കാട്ടുപന്നികളും എൻ്റെ നടത്തത്തിലെ സ്ഥിരം കാഴ്ചകളാണ്. ക്ഷീണിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വക ഒരു ചായ പതിവാണേ. ഇങ്ങനെ ഒരു ചായ കിട്ടുക എന്തൊരു ആശ്വാസമാണല്ലേ. കൂടത്തിലൊരു വെട്ട് കേക്കും കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് ഷട്ടിൽ കളിക്കാൻ പോയി. ഞാൻ മോനെയും കൊണ്ട് പാർക്കിൽ പോയി. അവർക്കും വേണമല്ലോ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ എല്ലാവരും തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി അല്പസമയം TV ഒക്കെ കണ്ടിരിക്കുവേ. മോന് കുറച്ച് സമയം കാർട്ടൂണൊക്കെ കാണാൻ അനുവദിക്കുന്ന സമയമാണ്. പഠിക്കാനൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം TV കാണാൻ അനുവദിക്കും. ഉച്ചയ്ക്കത്തെ ചോറും കറികളും ചൂടാക്കിയിട്ടാണ് വൈകിട്ടത്തെ അത്താഴത്തിന് കഴിക്കാറുള്ളത്. നോൺ വെജ് കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്.
അതല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾ എന്തെങ്കിലും ചപ്പാത്തിക്ക് പറ്റിയത് മിച്ചമുണ്ടെങ്കിൽ അത് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. അല്ലാത്ത ദിവസമൊക്കെ ചോറും കറികളും തന്നെയാണ് കഴിക്കാറുള്ളത്. ഞാനും മോന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഹസ്ബൻഡ് അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ സഹായിക്കും കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, അടുക്കളയും ക്ലീനാക്കി. പിറ്റത്തെ ദിവസത്തേക്ക് ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചു. എത്ര സമയം പോയാലും എത്ര ലേറ്റ് ആയാലും ഞാൻ സ്റ്റൗവും ബർത്തും എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാറുള്ളത്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നമ്മുടെ അടുക്കള കാണുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മോനെ പല്ല് തേപ്പിക്കുന്നതോടുകൂടി ഇന്നത്തെ പണി കഴിഞ്ഞു. അവസാനമാണ് കുരിശ് വരയ്ക്കുന്നത് കേട്ടോ. കൊന്തയൊക്കെ ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ ഭക്തിസാന്ദ്രമായി നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്